കഴിഞ്ഞ ദിവസം ഇസ്രായേലിലുണ്ടായ ഇറാന്റെ ആക്രമണത്തോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിൽ വെടിവെപ്പ് നടന്നു. ഈ വെടിവെപ്പിൽ 4 ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും 10ഓളം പേർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു. അത് തന്നെ 3ലധികം പേരുടെ നില ഗുരുതരമാണ് എന്ന തരത്തിലാണ്. അപ്പോൾ ഒരേ സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസ് അക്രമത്തിന് ഏകദേശം അതിന് സാമ്യമായിരിക്കുന്ന പ്രവൃത്തികൾ നടത്താൻ അവർ ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ പ്രവൃത്തി പരാജയപ്പെടുകയാണോ ചെയ്തത് എന്ന വിഷയം കൂടി ഇപ്പോൾ രംഗത്ത് വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. പറയുന്ന കാര്യം, ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, അരമണിക്കൂർ ഒക്കെ പറയുന്നുണ്ട്, ഒരു 30 മിനിറ്റ് മുൻപാണ് ആ വിവരം അമേരിക്ക അറിയുന്നത്. അതോടുകൂടി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. പ്രതിരോധിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ അവർ ചെയ്തു. പക്ഷെ അയൺഡോം അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ടാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ ഭൂമിയിൽ പ്രവേശിച്ചത്. വലിയ നാശങ്ങളും നഷ്ടങ്ങളും മാത്രമല്ല, ലോകത്തിന് മുൻപ് വലിയൊരു നാണക്കേടും ഇസ്രായേലിനും അമേരിക്കക്കും ഉണ്ടായ സംഭവം കൂടിയാണ്. ലോകത്തെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന യുദ്ധത്തിന് ഒറ്റക്കൊരു രാജ്യം നിന്നുകൊണ്ട് തിരിച്ചാക്രമിച്ചുകൊണ്ട് ആ വെളിച്ചം മുഴുവൻ കെട്ടുപോയിരിക്കുന്നു, അല്ലെ കെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അപ്പൊ ഇപ്പൊ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇറാന്റെ ആക്രമണത്തോടനുബന്ധിച്ച് ഈ വിവരം ഹമാസ് അറിഞ്ഞിട്ടുണ്ട്. അവർ ടെൽ അവീവിൽ പ്രവേശിക്കുകയും അതിൽ വെടിവെപ്പ് നടക്കുകയും, ചാവേർ ആക്രമണം എന്ന് പറയുന്നുണ്ട്, ഭീകരാക്രമണം എന്നൊക്കെ പറയുന്നുണ്ട്. 4 പേർ സ്പോട്ടിൽ മരണപ്പെട്ടു. പിന്നെ പരിക്കേറ്റ വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. അവിടുത്തെ സൈനികർക്കോ അതല്ലെങ്കിൽ പോലീസിനോ ഇതിനെ നിയന്ത്രിക്കാനോ പ്രതിരോധിക്കാനോ സാധിക്കാത്ത വിധം പൊടുന്നനെയാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. അതോടനുബന്ധിച്ചാണ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. വെടിവെപ്പിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്ത വിവരങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. അവിടെ ഇതുപോലെ ഒക്ടോബർ 7-ാം തീയതി നടന്ന പോലെയുള്ള സംഘർഷാവസ്ഥ ഉണ്ടാക്കി പരമാവധി ആൾക്കാരെ കൊല്ലുകയോ അതല്ലെങ്കിൽ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പൊ വലിയ ചർച്ച വന്നിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശ കാര്യങ്ങൾ എന്താണ് എന്ന തരത്തിൽ. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു അക്രമം ഉണ്ടാവും എന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഹിസ്ബുള്ളക്കോ ഹമാസിനോ ഒക്കെ കിട്ടാനുള്ള സാധ്യതകളാണ് ഈ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ഇപ്പോൾ ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഗവൺമെന്റ് എടുത്ത് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊന്നും വേണ്ട വിധം സഹകരണം കിട്ടുന്നില്ല എന്നൊരു പരാതി ഏതാനും മാസങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ കാര്യം അറിഞ്ഞ് ബന്ദികളുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭ കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങളും പോലീസ് വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളും നിത്യേന എന്നോണം ഇസ്രായേലിന്റെ വ്യത്യസ്ത നഗരങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു തുടർച്ചയായ രീതിയിൽ ഈ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന്, ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്ത് നീതി കിട്ടുന്നില്ല എന്നൊരു പരാതി അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം രാജ്യം മുഴുവനും ഇരുമ്പിന്റെ പ്രതിരോധത്തിലാണ്. അയൺഡോം എന്ന് പറയുന്ന സംവിധാനം അതിനെല്ലാം പ്രതിരോധിച്ചു നിർത്തും. അതുകൊണ്ട് തങ്ങളുടെ രാജ്യവും രാജ്യത്തിലെ ജനങ്ങളും സുരക്ഷിതമാണ് എന്ന് ഇസ്രായേലിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ സർക്കാർ വിജയിച്ചു. എന്നാൽ 180 ചില്ലാനം മിസൈലുകൾ ഇറാനിൽ നിന്ന് 2000 കിലോമീറ്റർ വൈദൂര്യത്തിൽ നിന്ന് പറന്നു വന്നിട്ട് പോലും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട അയൺഡോമിന് സാധിക്കാതെ തകർന്ന് വലിയ അപകടമുണ്ടായ വിവരങ്ങളാണ് പുറത്തു വന്നത്. നമ്മളത് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വല്ലാതെ നിലനിൽക്കുന്നതോടനുബന്ധിച്ച് വലിയ സ്ഫോടനം ഉണ്ടാകുമ്പോൾ വെടിവെപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തെ ജനങ്ങൾ മുഴുവൻ ഭയന്നോടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഉണ്ടാവുക. അവിടെ വെച്ചാൽ തട്ടിക്കൊണ്ടുപോവുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ പിൽക്കാലത്ത് അല്ലെങ്കിൽ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുറത്തു വരിക എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ അവിടെ വെടിവെപ്പ് നടക്കാൻ പോകുന്നുണ്ട്, അവിടെ വിഷയങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹമാസിന് സാധിച്ചുകൊണ്ടായിരിക്കാം ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ടെൽ അവീവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി അവിടുത്തെ ജൂതന്മാരെ വെടിവെച്ച് കൊല്ലുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. 4 പേരെ കൊല്ലപ്പെട്ടതും 10ഓളം പേർക്കോ 10ലധികം പേർക്കോ പരിക്കേറ്റ വിവരം പുറത്തു വന്നു. എന്ന് വെച്ചാൽ 15 പേരെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് വെടിവെപ്പ് നടത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷാ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഭയപ്പാടിലാണിപ്പോൾ. അപ്പൊ അവിടെ ഈ ഇസ്രായേലിന്റെ അകത്ത് ഒരുപാട് ഹമാസിന്റെ ആളുകൾ അല്ലെങ്കിൽ പാലസ്തീന്റെ ഇസ്രായേലിന് വിരുദ്ധർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ല അവർക്ക് ഇടയിൽ ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന കാര്യമാണ്. കാരണം ഒക്ടോബർ 7 ആക്രമണത്തോടനുബന്ധിച്ച് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഇസ്രായേലിന്റെ അകത്തേക്ക് കയറിയ പല ആളുകളും പിന്നീട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും അതിന്റെ അകത്ത് തന്നെ അവര് സമാന്തര പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലൊക്കെ വിവരങ്ങൾ ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നതാണ്. പിന്നീട് ഏതെങ്കിലും ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിന്റെ അകത്ത് ഉണ്ട് എന്ന്
ഇസ്രായേൽ സ്ഥിരീകരിക്കാത്തത് കൊണ്ട് പിന്നെ അതൊന്നും വലിയ വാർത്താ പ്രാധാന്യം കിട്ടാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിരിക്കുകയാണ്. വെടിവെപ്പ് നടന്നു എന്ന് പറയുന്ന സമയത്ത് ഇനിയും വെടിവെപ്പ് നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇറാൻ ഇനിയും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇതിനു മുൻപ് തന്നെ സിറിയയിൽ വെച്ച് ഇറാന്റെ എംബസി തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ഇട്ടിരുന്നു. അത് ജോർദാന്റെ അതിർത്തിയിൽ തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടും വല്ലാതൊന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണ് അത് പുറത്തു വന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ സ്ഥിതികൾക്കൊക്കെ മാറി എല്ലാം 200ഓളം മിസൈലുകൾ പതിച്ചതിൽ 10-20 ഒഴിച്ച് ബാക്കിയെല്ലാം ആ രാജ്യത്തിനകത്ത് വീണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഈ ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ നിലപാടിനോടൊപ്പമല്ല, പകരം ശാന്തവും സമാധാനം ഉണ്ടാവണം, പാരിസ്ഥിതിക സ്വതന്ത്രമാവണം, എന്നിട്ട് തങ്ങൾക്കും സ്വതന്ത്രരായി ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടാവണം എന്ന തരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ നിലപാട് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.